ഹലോ അച്ഛാ, എന്താ പ്രത്യേകിച്ച്? മോളെ, നാളെ നീയും നിന്റെ കൂട്ടുകാരെയും കൂട്ടി വീട്ടിലോട്ട് വാട്ടോ. എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല മോളെ, നിന്നെ കണ്ടിട്ട് കുറേ ആയില്ലേ, അതുകൊണ്ടാണ്. അച്ഛാ ശരി, ഞാൻ നാളെ വരെയും കൂട്ടി വരാം കേട്ടോ. മോളെ ശരി, നിങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വിളിക്കാം കേട്ടോ, നാളെ വരണം. ഓക്കെ അച്ഛാ, നമുക്ക് നാളെ കാണാം. അമ്മയോട് ഞാൻ ചോദിച്ചു എന്ന് പറ. മോളെ പറയാം. ഓക്കെ, വെക്കുവാണേ. അച്ഛാ ഓക്കെ. എന്നാലും എന്തിനായിരിക്കും അച്ഛൻ നാളെ പോകണമെന്ന് പറഞ്ഞത്? അപ്പോൾ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അവൾ നാളെ വരും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരിക്കും, പക്ഷെ അത് ചെയ്തേ പറ്റൂ. അതെ, അവളുടെ ഭാവിയിൽ നമുക്ക് നമ്മൾ പറയുന്നത് അവൾ കേൾക്കുമായിരിക്കുമല്ലേ? കേട്ടാൽ മതിയായിരുന്നു. കൂട്ടുകാരെയും കൂട്ടി വരാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് നല്ലതാ, കൂട്ടുകാരോടും പറഞ്ഞ് അവളെ മനസ്സ് മാറ്റിയെടുക്കാം. അതെ, എല്ലാവരും കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിമാരെ, ശിവേട്ടാ, നിങ്ങളെല്ലാവരും നാളെ എൻ്റെ വീട്ടിലോട്ട് വരണം. അയ്യോ എടി, നമ്മൾ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴത്തേക്ക് അത് നിന്റെ വീട്ടിലാണോ? സീനാവോ? എനിക്ക് പേടിയാവുന്നു. എനിക്ക് വയ്യ. അതിപ്പോഴത്തെ വീട്ടിലറിഞ്ഞോ? ഒന്നും വീട്ടിലറിഞ്ഞിട്ടല്ല. പിന്നെ അമ്മോ, എനിക്കറിയാൻ പാടില്ല. എന്തായാലും ആവട്ടെ, നമുക്ക് പോയി നോക്കാം. അതെ അതെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം അല്ലേ നാളെ? ഓഫ് കോഴ്സ്, പതിവ് പോലെ ഈവൻ ഡ്രൈവർ. നടക്കത്തില്ല. ഓക്കെ, ഞാൻ ഡ്രൈവ് ചെയ്യാം, പോരെ? സത്യമായിട്ടും ഞാൻ ഡ്രൈവ് ചെയ്യാം. നിനക്കറിയാവോ അതിന്? എന്ത് ചോദ്യം ഇത്? നാളെ എൻ്റെ ഡ്രൈവിംഗ് നിങ്ങൾ കണ്ടോ? ഫൈനലി വി റീച്ച് അവർ ഹൗസ്. നിന്റെ വീടാണെന്ന് രസമുണ്ടല്ലോ. പിന്നെ എൻ്റെ വീട്ടിലെ സൂപ്പർ ആവാതിരിക്കോ? അത് പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ ഇഷ്ടം നോക്കി മാത്രം ജീവിക്കാൻ പറ്റുമോ? മക്കളെ, നിങ്ങളൊക്കെ വന്നോ? കയറി ഭാഗത്തോട്ട്. അച്ഛാ, സുഖാണോ? സുഖാടി. നിനക്കോ? അകത്തോട്ട് വാ. വരുവല്ലേ? ബൈ ദ വേ, നിങ്ങളോട് വരാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവള് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ശിവാനി വലിയൊരു കമ്പനിയുടെ ഉടമയാണ്. അറിയില്ലായിരുന്നു. ആയിരുന്നോ? എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ ഞങ്ങളോട്. അവൾക്ക് പബ്ലിസിറ്റി തീരെ ഇഷ്ടമല്ല, അതായിരിക്കും പറയാത്തത്. എന്തായാലും നല്ല കാര്യമല്ലേ. ബൈ ദ വേ, ഇപ്പം എന്താ പ്രശ്നം പറ്റിയത്? ഇത്ര നാൾ കമ്പനി നോക്കിയത് ഇവളുടെ ബ്രദറായിരുന്നു, ഇപ്പൊ അവന് പറ്റത്തില്ല പോലും. അതുകൊണ്ട് ഇപ്പൊ ഞാനെന്ത് ചെയ്യാനാ? ചേട്ടൻ തന്നെ നോക്കിയാൽ മതി. അവൻ തന്നെ നോക്കിക്കോട്ടെ, എന്താ പ്രശ്നം? അവനിപ്പോ പറയാ, ഇനി അവനെ കൊണ്ട് തന്നെ പറ്റത്തില്ല, അവള് കൂടെ വേണം, ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇത്രയും നാളും കമ്പനിക്ക് വേണ്ടിയിട്ട് അവൻ ഇവിടെ ഒന്നും വന്നിട്ട് വിടണ്ടെങ്കില്ല. അവൻ്റെ അനിയത്തി അവന് കാണാൻ താല്പര്യം ഉണ്ടാവില്ലേ? അപ്പം കൂടെ പിറന്നതല്ലേ രണ്ടുപേരും, നിങ്ങളെ പോലെ ഒരുമിച്ച് പിറന്നതല്ലേ അവരും. 10 വർഷമായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അവർക്ക് രണ്ടും കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹം ഉണ്ടാകത്തില്ലേ? ആണോ? അപ്പൊ അവൻ ഇങ്ങോട്ടേ വരുമോ? ബട്ട് എനിക്ക് കമ്പനി നോക്കാൻ അറിയത്തില്ല. നീ ജസ്റ്റ് ഒരു 2 വർഷം അവിടെ നിന്നാ, അതിനുശേഷം നീ ഇങ്ങോട്ട് വരുന്നോ? പ്രശ്നമില്ല. 2 വർഷമോ? പിന്നെ കാണാതെ ഞാൻ അങ്ങനെ ജീവിക്കും 2 വർഷം? അതെ, ഒന്നും മിണ്ടായിരിക്കും. അച്ഛനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല. വഴിയുണ്ട്, എനിക്കെല്ലാം അറിയാം. നിങ്ങൾ തമ്മിൽ ലവ് ആണെന്ന് അറിയാം. എല്ലാം അറിയാനോ? ബട്ട് ഹൗ? മോളെ, ഞാൻ നിന്റെ അപ്പനല്ലേ, അപ്പ അറിയാതിരിക്കോ? ശരി, ഞാൻ സമ്മതിച്ചു. എന്താ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ കാണണം. ശിവന് തന്നെ ട്രൂ ആയിട്ട് ലവ് ആണോ അല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് പാർവതി 2 വർഷം ഇവിടുന്ന് മാറി നിന്നിട്ടും അവന് നിന്നോടുള്ള സ്നേഹം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ ഞാൻ കല്യാണം കഴിപ്പിക്കാം. അപ്പം നീ അങ്ങോട്ട് പോയിട്ട് വരുവാണോ അതോ കല്യാണം കഴിക്കുന്നതാണോ നല്ലത്? നിന്റെ തീരുമാനം. നിനക്കാണെങ്കിൽ കല്യാണം കഴിക്കണേ പോയിട്ട് വരണം, ഇല്ലാതെ ഞാൻ സമ്മതിക്കില്ല. അങ്കിൾ, ശിവൻ്റെ ചേച്ചി എന്ന രീതിയിൽ ഞാൻ പറയാം, ഇവിടെ പോയിട്ട് വരട്ടെ. അങ്കിൾ പറഞ്ഞ പോലെ ഇവർക്ക് രണ്ടുപേർക്കും ട്രൂ ആയിട്ട് ലവ് ആണെങ്കിൽ ഈ 2 വർഷത്തിനുള്ളിൽ ഇവർ രണ്ടുപേരും ആരെയും പ്രേമിക്കില്ല വേറെ. അപ്പം നമുക്ക് നോക്കാമല്ലോ, അങ്ങനെ മാരേജ് ചെയ്യാം രണ്ടാൾക്കും. ഞാൻ അതിനോട് യോജിക്കുന്നു. നിങ്ങളോ? ഓക്കെ ശരി, എനിക്ക് സമ്മതം. എന്നാൽ എനിക്കും ഓക്കെ. എപ്പോഴാണ് ഞാൻ പോകണ്ടേ? വിത്തിൻ 24 hours. വാട്ട്? 24 hours പോകണമെന്നോ? അതെ മോളെ, നീ ചെയ്യില്ലേ? ഐ വാണ്ട് സം ടൈം. എനിക്ക് ആലോചിക്കണം. നാളെ ഷാർക്ക് 10 o'clock ഫ്ലൈറ്റ്. നീ ആലോചിച്ചത് വരെ പോയിട്ട് വാ, നല്ല കാര്യത്തിനല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ പോകാം. ദാറ്റ്സ് മൈ ഗേൾ. അപ്പം ഞങ്ങൾ പോട്ടെ.
ചേച്ചി ബൈ, 2 വർഷം കഴിഞ്ഞ് കാണാം. ശിവേട്ടാ, നിവ്യ, നജ, പോയിട്ട് വരാം. ബൈ. നീ പോവാല്ലേ? 2 വർഷം എങ്ങനെ നമ്മൾ കാണാതിരിക്കണം? ഒരു റൂമിൽ ഒരേതുപോലെ ഒരുമിച്ച് കഴിഞ്ഞാലല്ലേ നമ്മളെങ്ങനെ കാണാതിരിക്കും? പറ. ക്ഷമിക്കട, എന്നോട് ക്ഷമിക്കും. 2 വർഷം വേഗം ഞാൻ പോയിട്ട് വരാം. പോരെ, ഞാൻ വേഗം വരും. ഓക്കെ, നിങ്ങളൊന്നും കാണുന്നത് ഞാൻ എങ്ങനെ ജീവിക്കണം? ഞാൻ വേഗം വരും. ഓക്കെ, സ്റ്റിൽ ഐ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ്. Tomorrow. നീ എന്നെ വിളിക്കില്ലല്ലോ ദിവസം. ശിവേട്ട കരയല്ലേ? ശിവേട്ടനെ കണ്ട് ഞാനും കരയും. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. കരയല്ലേ, കരയല്ലേ. ഇനി നമ്മൾ എപ്പോഴാണ് കാണാൻ പാറ്. പോയിട്ട് വാ ചേച്ചി. ഞാനവിടെ എത്തി അവിടെ എല്ലാവരും വിളിക്കാം. നമുക്ക് വീഡിയോ കോൾ ചെയ്ത് കാണാം. വേഗം വരുമെന്നേ. 1 hour later. എക്സ്ക്യൂസ് മീ മാം, ഇവിടെ കൊറിയയിലോട്ട് പോകാനുള്ള ആൾ നിങ്ങളല്ലേ? ഫ്ലൈറ്റ് വന്നിട്ടുണ്ടോ? ഓക്കെ താൻ പോയിക്കോ, ഞാൻ വന്നോളാം. ഞാൻ പോവാ. ബൈ ഓൾ. പോയിട്ട് വാ മോളെ. ബൈ. ഇനി എല്ലാം റെഡിയാക്കി വെക്കുക. അവളിപ്പോ വരും, അവനും വരും. റെഡിയാക്കല്ലേ? പിള്ളേരൊക്കെ വന്നോ? കൂട്ടുകാര് ഞങ്ങളൊക്കെ വന്നിട്ട് ആൻറ്റി, ഒന്ന് വേഗം വായോ. ഞങ്ങൾ വന്ന് വേഗം വാ. മമ്മ, we are back. മോനെ, അമ്മയുടെ മോനെ, 12 വർഷമായി നമ്മളെ കണ്ടിട്ടല്ലേ. അമ്മയോട് ക്ഷമിക്കുമോനെ. നിന്റെ ഒരിക്കലും പറഞ്ഞു വിടുന്ന അമ്മയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം നിന്റെ അപ്പം കാരണം. നീ എന്തിനും പറയണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. അരേ മാതാശ്രീ, നിങ്ങളുടെ മൂത്ത മകൻ്റെ പിറകിൽ നിങ്ങളുടെ ഇളയ മകൾ നിൽക്കുന്നുണ്ട്. എന്നെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, നിന്നെ ശ്രദ്ധിക്കാൻ ഞാൻ പോലും മുത്തേ. അരേ വാ, ഈ റൊമാൻറ്റിക് വർത്തമാനം കണ്ടിട്ട് എത്ര നാളായി നേരിട്ട്. അപ്പം ചേച്ചിമാരെ, ഇതാണ് എൻ്റെ സ്വന്തം ചേട്ടൻ, എൻ്റെ കൂടെ പിറന്നതാണ്. പ്രദീപാണോ നിൻ്റെ ചേട്ടൻ? യെസ് ഓഫ് കോഴ്സ്, യു നോ ഹിം ബിഫോർ. പാർവതി, ഞങ്ങൾക്ക് മുമ്പേ അറിയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയാൻ വെച്ച കാര്യം പറയാൻ പറ്റിയില്ല. പറയട്ടെ. എന്താ പറയാനുള്ളത്? പറഞ്ഞോ. പ്രദീപ്, നിനക്കറിയോ 2 വർഷമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യം എന്താണെന്നറിയോ? ഐ റിയലി ലവ് യു സോ മച്ച്. നീ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് പറ്റിച്ച ഓരോരോ മാസങ്ങളിൽ നിന്നെ പ്രപ്പോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയായിരുന്നു ഞാൻ. ബട്ട് ഐ ലവ് യു സോ മച്ച്. എങ്ങനെ ഇത് നിൻ്റെ പറയാൻ എനിക്കറിയില്ല. ബട്ട് എന്തായാലും എൻ്റെ അടുത്ത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പറഞ്ഞിരിക്കുന്നു. ശിവാനി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ? പറയൂ പ്രദീപ്, കേൾക്കാൻ ഞാൻ ബാധ്യതയാണല്ലോ. അന്ന് ആ ബിസിനസ് ഡീലിൽ കണ്ടെന്നോട്ട് എനിക്ക് എന്നോട് ഒരു കാര്യം പറയണമായിരുന്നു. അന്ന് എന്നെ കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലിങ്സ്, ഒരു അട്രാക്ഷൻ എനിക്ക് എന്നോട് തോന്നുന്നു. ബട്ട് ആ ഒരു അട്രാക്ഷൻ എനിക്ക് തിരിച്ചുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ 2 വർഷം വേണ്ടി വന്നു. ഓരോ തവണ ഞാൻ എന്നെ പറ്റിച്ചതല്ല, എനിക്കന്ന് വരണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞില്ല. എന്തായാലും എല്ലാവരുടെയും മുൻപിൽ സാക്ഷിയെ ഞാനോട് പറയാം. വിൽ യു മാരി മീ? You mean you love me? Huh? Yes, of course. Will you be mine? Of course. I love you so much.
അപ്പം നമുക്ക് 2 കല്യാണങ്ങളും ഒരുമിച്ചാക്കാല്ലേ? യെസ് ഓഫ് കോഴ്സ്, ഒരുമിച്ചാക്കാലോ. എത്ര പെട്ടെന്നല്ലേ ഈ 4 പേര് സെറ്റായി പോയത്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ അതെ, ഒരു എപ്പിസോഡിൽ തീർക്കാൻ കരുതിയത്, ബട്ട് കഴിയില്ലെന്ന് മനസ്സിലായി. അപ്പം ഒരു സ്പെഷ്യൽ എപ്പിസോഡ് കൂടെ കാണുന്നതായിരിക്കും. പറയുകയാണെങ്കിൽ ഫൈനൽ എപ്പിസോഡാണ്. സ്പെഷ്യൽ എപ്പിസോഡ് അധികം വൈകാതെ തന്നെ ഉണ്ടാകും. വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. ഓക്കെ, ബൈ ബൈ ഓൾ, സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ മാരേജ്.